ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഒരു വീക്ക് ഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ സാറാനെ സ്കൂളിൽ വിട്ടു. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് 2 ഇഡ്ഡലിയാണ്. അത്യാവശ്യം വലിയ ഇഡ്ഡലി ആയതുകൊണ്ട് 2 ഇഡ്ഡലി എടുക്കുന്നുള്ളൂ. പിന്നെ എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായ, പിന്നെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും അതുപോലെ തന്നെ വെള്ള കളറിന് ഉള്ള നമ്മുടെ കോക്കനട്ട് ചട്നി. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി, ദോശ, മസാല ദോശ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സാമ്പാർ, ചമ്മന്തി, ഇതൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇത് തന്നെയാണ്, ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളും ഒന്നും അധികം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം ഇന്ന് മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ഡിന്നറിനാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് കുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ചില ദിവസങ്ങളിൽ ഡിന്നറിൽ കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെച്ചേക്കും. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് രാവിലെ കുക്ക് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള ഐറ്റംസ് ഡിന്നർ ടൈമിൽ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും കുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കുക്കിംഗ് കിച്ചൺ വിശേഷങ്ങൾ ഡിന്നർ ടൈമിലത്തേനാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറൊക്കെ അത്യാവശ്യം സ്പൈസിയാണ്. വളരെ ആവശ്യത്തിന് സ്പൈസി ആയിട്ടുള്ള, എന്നാൽ ഒട്ടും എരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചൂട് ചായയും കുടിച്ചു. അപ്പോൾ അതിനുശേഷം ഫ്രൂട്ടായിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തു, അതും 2-3 പീസ് എടുത്ത് കഴിച്ചു. പിന്നെ ഇത് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലപ്പം ഇത് വാങ്ങിയതാണ്, കല്ലപ്പവും ഗ്രീൻ ബീൻസ് കറിയും. അപ്പോൾ ലഞ്ചിന് വേണ്ടി എടുത്തിരുന്നത് 2 കല്ലപ്പം എടുത്തിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്തത് കൊണ്ടാണ് ഈ ഗ്രീൻ ബീൻസ് കറിക്ക് ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഉള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലപ്പവും ഗ്രീൻ ബീൻസ് കറിയുമാണ് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇതൊരു അറബിക് സ്നാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയിനായിട്ട് തോന്നിക്കുന്നതിൻ്റെ ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്കായിട്ട് കാണുന്നതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈം ആയപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് വിശന്നു. അപ്പോൾ നമ്മൾ ഒരു ചിക്കൻ റാപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ അതും ഫ്രൈസും പിന്നെ ഓറഞ്ച് ജ്യൂസും ഒക്കെയാണ് വൈകുന്നേരം നമ്മൾ കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റാപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിന്നറിന് വേണ്ടിയിട്ട് കുക്കിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയാണ് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറി നമ്മളിപ്പോൾ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഡിന്നറിന് വേണ്ടിയും എടുക്കാം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ചിക്കൻ കറി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചോറിന് ഇവിടെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മട്ടൻ കറി, ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ. അപ്പോൾ ചോറിൻ്റെ കൂടെ ചിലവർക്ക് ചോറിൻ്റെ കൂടെ ഇറച്ചിക്കറി അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഭയങ്കര മടിയാണ്, ഒട്ടും കഴിക്കത്തില്ലാത്തവരുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇക്കാക്കും എനിക്കും മക്കൾക്കും ഒക്കെ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തേനും നാളത്തേനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള കറി ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒരു 1 hour 2 hour മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ മസാല റെഡി ആയതിന് ശേഷം ഞാൻ ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ഇട്ടതാണ്. അപ്പോൾ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ പല പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ, ഒരു കുക്കിംഗ് വീഡിയോ അല്ല.
വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് കിച്ചൺ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ സവോളയും അതുപോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞു. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടു. അപ്പോൾ ചിക്കൻ ഇട്ട് അതും കുറച്ച് കൂടുതൽ നേരം എല്ലാ മസാലയൊക്കെ പിടിച്ച് കിടന്നു. അതിനുശേഷം നല്ല ചൂടുവെള്ളം, കെറ്റിലിൽ നിന്ന് ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അത്രത്തോളം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ കറിയുടെ പരിപാടി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പോൾ പത്തിരി എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കൂടുതലും ഇപ്പോൾ നൈസ് പത്തിരി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കലാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നൈസ് പത്തിരി ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറച്ച് പത്തിരി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 days ആണ്. അപ്പം നമ്മൾ കുറച്ച് പത്തിരി വാങ്ങിക്കുകയാണെങ്കിൽ അത് 3 ദിവസത്തേന് വരെ എടുത്ത് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പത്തിരി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പത്തിരിയുമാണ്. അപ്പോൾ പത്തിരി വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ കൂടുതലും ചിക്കൻ കറിയോ അതുപോലെ തന്നെ ബീഫ് കറിയോ മട്ടൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ വെക്കുന്നത്. കാരണം എനിക്ക് മുട്ടക്കറിയുടെയും പൊട്ടറ്റോ കറിയുടെയും ഒക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും സാറായ്ക്കും ഇക്കാക്കും ഒക്കെ പത്തിരിയുടെ കൂടെ ഈ ഒരു കോമ്പിനേഷനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് 2-3 പത്തിരി ചുട്ട് എടുക്കുകയാണ്. അതിനുശേഷം ഒരു പീസ് ചിക്കൻ വിശന്നപ്പോഴത്തേനും നമ്മൾ എടുത്ത് കഴിക്കുകയാണ്. അപ്പം ചിക്കൻ കറി ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, എങ്കിലും ഒന്ന് സ്ലോ കുക്ക് ചെയ്ത് വെറുതെ അങ്ങ് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.